കോർഡിനേറ്ററിൽ എക്സസൈസ് 8.2 ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ABCD is a quadrilateral in which P, Q, R and S are midpoints of sides AB, BC, CD and DA. AC is a diagonal. Show that നമുക്ക് SR parallel to AC എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ SR equal to half of AC. പിന്നെ നമുക്ക് കിട്ടേണ്ടത് PQ equal to SR. PQRS ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് AB-യുടെ മിഡ് പോയിന്റ് Pയും അതുപോലെ BC-യുടെ മിഡ് പോയിന്റ് ആണ് Q, CD-യുടെ മിഡ് പോയിന്റ് ആണ് R, AD-യുടെ മിഡ് പോയിന്റ് ആണ് S. അപ്പൊ നമ്മൾ മിഡ് പോയിന്റ് തിയറം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റിന് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? തേർഡ് സൈഡിന് പാരലും ആയിരിക്കും, അതിന്റെ ഹാഫും ആയിരിക്കും. അതായത് നമ്മൾ ഇപ്പൊ ഇതില് നമുക്ക് ആദ്യം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? SR പാരലൽ ടു AC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ADC എന്ന ട്രയാങ്കിൾ. ഇതില് ADC, AC, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എന്താണ്? ബൈ മിഡ് പോയിന്റ് തിയറം നമുക്ക് എന്ത് പറയാം? SR പാരലൽ ടു AC, SR ഈക്വൽ ടു ഹാഫ് ഓഫ് AC ഡയറക്റ്റ് പറയാൻ കഴിയും. കാരണം ഈ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ് എന്നാണ് മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിട്ട് ലൈൻ വന്നത്. അതായത് അതുകൊണ്ട് therefore ബൈ മിഡ് പോയിന്റ് തിയറം SR പാരലൽ ടു AC എന്ന് പറയാൻ കഴിയും. അപ്പൊ നമുക്ക് ആദ്യം ഇതില് എന്താണ് ഗിവൺ എഴുതുക. ഗിവൺ ABCD ഈസ് എ ക്വാഡ്രിലേറ്റർ. അതിനുശേഷം നമുക്ക് എന്ത് പറയാം? P, Q, R and S are midpoints of ഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ തന്നതുപോലെ AB, BC, CD and AD അതിന്റെ മിഡ് പോയിന്റ്സ് ആണെന്ന് എഴുതി. അതിനുശേഷം നമുക്ക് ഇനി എന്ത് പറയാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് പറയാൻ കഴിയും ബൈ മിഡ് പോയിന്റ് തിയറം. അതായത് ഇൻ ട്രയാങ്കിൾ നമ്മൾ എഴുതുക. ടു പ്രൂവ് നിങ്ങൾ അതേപോലെ തന്നെ എഴുതുക. എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം എന്താ പ്രൂവ് ചെയ്യേണ്ടത്? SR പാരലൽ ടു AC. അതുപോലെ SR ഈക്വൽ ടു ഹാഫ് ഓഫ് AC എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂഫിൽ നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ADC, in triangle ADC by midpoint theorem റീസൺ കറക്റ്റ് ആയിട്ട് എഴുതണം, അത്ര ശ്രദ്ധിച്ചാണ്. ബൈ മിഡ് പോയിന്റ് തിയറം SR പാരലൽ ടു AC ആൻഡ് SR ഈക്വൽ ടു ഹാഫ് ഓഫ് AC. ഇതിൽ റീസൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ എഴുതാം. S ആൻഡ് R are midpoints of sides AD and DC respectively. Midpoints of sides AD and DC respectively. അപ്പോൾ ഇതിന് നമ്മൾ 1 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ABC നമ്മൾ ഇതിനെ ഈ ക്വാഡ്രിലേറ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലൊരു ട്രയാങ്കിൾ കിട്ടി, താഴെ ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് PQ പാരലൽ ടു AC ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ അതേപോലെ പറയാം. ഈ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABCയിൽ നമുക്ക് എന്ത് കിട്ടും? ബൈ മിഡ് പോയിന്റ് തിയറം PQ പാരലൽ ടു AC and PQ equal to half of AC. അതിന് സെക്കൻഡ് എന്ന് കൊടുക്കുക. അതിന് നമുക്ക് ഇതുപോലെ തന്നെ എന്ത് എഴുതാം? ബ്രാക്കറ്റിൽ P and Q are midpoints of sides AB and BC. അത്രയും കൂടി എഴുതി കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യം എന്ത് എഴുതി? ഇൻ ട്രയാങ്കിൾ ADCയിൽ ബൈ മിഡ് പോയിന്റ് തിയറം SR പാരലൽ ടു AC ആൻഡ് SR ഈക്വൽ ടു ഹാഫ് ഓഫ് AC. അതിന്റെ റീസൺ നമ്മൾ പറയുന്നത് S ആൻഡ് R ആർ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് AD ആൻഡ് DC. പിന്നെ നമ്മൾ ഈ ABC എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. അതിൽ നമുക്ക് എന്ത് കിട്ടും? PQ പാരലൽ ടു AC ആൻഡ് PQ ഈക്വൽ ടു ഹാഫ് ഓഫ് AC എന്ന് കിട്ടി. അതിന് നമ്മൾ റീസൺ എഴുതി P ആൻഡ് Q
ആർ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് എ ബി ആൻഡ് ബി സി. അതിനുശേഷം ഇത് നമ്മൾ 1 എന്ന് കൊടുത്ത് 2 എന്ന് കൊടുത്തു. ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 നമുക്ക് എന്ത് പറയാം? ഫ്രം 1 ആൻഡ് 2 ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എസ് ആർ പാരലൽ ടു എ സി ആണ്. അതുപോലെ ഇതിൽ പി ക്യു പാരലൽ ടു എ സി ആണ്. അപ്പൊ രണ്ട് ലൈനിലും ഇതിന് പാരലായിട്ടാണ് എ സി ഉള്ളത്, അതുപോലെ പി ക്യുവിന് പാരലായിട്ടാണ് എ സി ഉള്ളത്. അപ്പൊ രണ്ടിന് എ സി കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? പി ക്യു പാരലൽ ടു എസ് ആർ. ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 നമുക്ക് എന്ത് കിട്ടി? പി ക്യു പാരലൽ ടു എസ് ആർ. പി ക്യു പാരലൽ ടു എസ് ആർ എന്ന് കിട്ടി. അതുപോലെ പി ക്യു ഏതിന് ഈക്വലും ആയിരിക്കും? പി ക്യു ഈക്വൽ ടു എസ് ആർ. അതെങ്ങനെയാ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുക, എസ് ആർ ഈക്വൽ ടു ഹാഫ് ഓഫ് എ സി ആണ്. ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പി ക്യു ഈക്വൽ ടു ഹാഫ് ഓഫ് എ സി. രണ്ട് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ എന്ന് പറയാം. അപ്പൊ പി ക്യു ഈക്വൽ ടു എസ് ആർ. അതാണ് നമുക്ക് രണ്ടാമത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പ്രൂവ് എന്നുള്ളടത്ത് നിങ്ങൾ 3 എഴുതണം. എസ് ആർ ഈക്വൽ ടു പി ക്യു എന്ന് പ്രൂവ് ചെയ്യണം. മൂന്നാമത്തത് പി ക്യു ആർ എസ് ഈസ് എ പാരലോഗ്രാം. 3 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് പി ക്യു ഈക്വൽ ടു എസ് ആർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് ഇത്രയേ ഉള്ളൂ. ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ആദ്യത്തേൽ നമുക്ക് എസ് ആർ പാരലൽ ടു എ സി, എസ് ആർ ഈക്വൽ ടു ഹാഫ് ഓഫ് എ സി കിട്ടി. രണ്ടാമത്തിൽ പി ക്യു പാരലൽ ടു എ സി, പി ക്യു ഈക്വൽ ടു ഹാഫ് ഓഫ് എ സി. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? പി ക്യു പാരലൽ ടു എസ് ആർ, അതുപോലെ പി ക്യു ഈക്വൽ ടു എസ് ആർ. പി ക്യു ഈക്വൽ ടു എസ് ആർ വന്നത് കൺഫ്യൂഷൻ ആവരുത്, ഹാഫ് ഓഫ് എ സി ആണ് രണ്ടിലും ഉള്ളത്. രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ആ ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയി. ഇപ്പൊ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഈ ഇതൊരു പാരലോഗ്രാം ആയില്ലേ? അതായത് പി ക്യു ഈക്വൽ ടു എസ് ആർ ആണ്, പി ക്യു പാരലൽ ടു എസ് ആർ ആണ്. ഏതെങ്കിലും ഒരു സൈഡ്, ഒരു കോർഡിനേറ്ററിന്റെ ഏതെങ്കിലും ഒരു സൈഡ്, അതായത് വേറൊരു ഇതിന് പാരലും ഈക്വലും ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാരലോഗ്രാം. ഇതൊരു പാരലോഗ്രാം ആണെന്ന് പറയും. ഈ കോർഡിനേറ്റർ ഒരു പാരലോഗ്രാം. ദെയർഫോർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പി ക്യു ആർ എസ് ഒരു പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യണം. ദെയർഫോർ പി ക്യു ആർ എസ് ഈസ് എ പാരലോഗ്രാം. റീസൺ, one pair of opposite sides are equal and parallel. ഈക്വലും ആണ് പാരലും ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പി ക്യു ആർ എസ് ഈസ് എ പാരലോഗ്രാം. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. നമ്മൾ മിഡ് പോയിന്റ് തിയറം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതിന്റെ റീസൺ കറക്റ്റ് ആയിട്ട് എഴുതണം, എങ്ങനെയാണ് പി ക്യു ആർ എസ് കിട്ടിയത് എന്നുള്ളത്. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. Second question, ABCD is a rhombus and PQ, R and S are the midpoints of sides AB, BC, CD and DA respectively. Show that the quadrilateral PQRS is a rectangle. അപ്പോൾ ഇതിൽ മിഡ് പോയിന്റ്സ് നമ്മൾ, അതായത് എ ബിയുടെ മിഡ് പോയിന്റ് പി, ബി സിയുടെ മിഡ് പോയിന്റ് ക്യൂ, സി ഡിയുടെ മിഡ് പോയിന്റ് ആർ, എ ഡിയുടെ മിഡ് പോയിന്റ് എസ്. ആ മിഡ് പോയിന്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് പി ക്യു ആർ എസ് എന്നുള്ളത് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് കിട്ടുന്നതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി എന്നും പ്രൂവ് ചെയ്യണം. അതുപോലെ സൈഡ്സ്, അതായത് പി ക്യു ഈക്വൽ ടു എസ് ആർ എന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ക്യു ആർ എസ് ഒരു റെക്റ്റാങ്കിൾ ആണ് പ്രൂവ് ചെയ്യുക. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഗിവൺ? ഗിവൺ ABCD is a rhombus. ABCD is a rhombus. പിന്നെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? P, Q, R and S are midpoints of sides AB, BC, CD and DA respectively. 3 ആണ് നമുക്ക് ഗിവൺ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് പി ക്യു ആർ എസ് ഈസ് എ റെക്റ്റാങ്കിൾ. പി ക്യു ആർ എസ് റെക്റ്റാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യണം. അടുത്തത് പ്രൂഫ്. പ്രൂഫിൽ നമുക്കിവിടെ കൺസ്ട്രക്ഷൻ കൊടുക്കണം. അതായത് അതിന്റെ ഡയഗണൽ എ ബി സി ഡി റോംബസ് ആണ്. റോംബസിന് നമുക്കറിയാം ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഡയഗണൽസ് ജോയിൻ ചെയ്ത്, അപ്പോൾ കൺസ്ട്രക്ഷൻ ജോയിൻ എ സി ആൻഡ് ബി ഡി. എ സിയും ബി ഡിയും ആണ് ഡയഗണൽ. ബി ഡി അതുപോലെ എ സി. ജോയിൻ എ സി, ഡയഗണൽ എ സി ആൻഡ് ബി ഡി. അങ്ങനെ എഴുതാം നമുക്ക്. ഡയഗണൽ എ സി ആൻഡ് ബി ഡി.
ഡയഗണൽസ് ജോയിൻ ചെയ്തു. ഡയഗണൽസ് ജോയിൻ ചെയ്തു. ജോയിൻ ഡയഗണൽ AC ആൻഡ് BD. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതായത് ABC, നേരെ പകുതിയായിട്ടുള്ളത് ABC. ഇൻ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് പിയും ക്യൂവും മിഡ് പോയിന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എബിന്റെ മിഡ് പോയിന്റ് ആണ് P, അതുപോലെ BCയുടെ മിഡ് പോയിന്റ് ആണ് Q. അപ്പൊ ബൈ മിഡ് പോയിന്റ് തിയറം നമുക്ക് എന്ത് പറയാം, PQ പാരലൽ ടു AC ആൻഡ് PQ ഈക്വൽ ടു ഹാഫ് ഓഫ് AC ഇൻ ട്രയാങ്കിൾ ABC. By midpoint theorem, PQ parallel to AC and PQ equal to half of AC. അതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അതുപോലെ ഇൻ ട്രയാങ്കിൾ ADCയിലും നമുക്ക് എന്ത് പറയാം, by midpoint theorem SR parallel to AC and SR equal to half of AC. ഇതിനെ നമുക്ക് സെക്കൻഡ് എന്ന് കൊടുക്കാം ഇക്വേഷൻ. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ. ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് കിട്ടി, ഫ്രം ഇക്വേഷൻ 1 and 2 PQ parallel to AC, SR parallel to AC. Therefore PQ parallel to SR എന്ന് കിട്ടി. അതുപോലെ PQ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് PQ ഈക്വൽ ടു SR. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ കിട്ടി. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഈക്വലും പാരലലും ആയതുകൊണ്ട് PQRS. PQRS ഈസ് എ പാരലോഗ്രാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, റെക്റ്റാങ്കിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് PQ ഈക്വൽ ടു SR കിട്ടി. അങ്ങനെയാണെങ്കിൽ PQ പാരലൽ ടു SR ആയതുകൊണ്ട് PQRS ഒരു പാരലോഗ്രാം ആണെന്ന് കിട്ടി. നമുക്ക് റെക്റ്റാങ്കിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാം, അതായത് റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയി. ഇനി ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് നമുക്കറിയാം. അപ്പൊ ഇതിന് നമുക്ക് പേര് കൊടുക്കാം. ഈ ഒരു ചെറിയ ഇതിൻ്റെ ഉള്ളിൽ ഈ ചെറിയൊരു ബോക്സ് നോക്കുക. ഇതിന് M, ഇത് N എന്ന് കൊടുക്കുന്നു പേര്. അതായത് PNOM കോർഡിനേറ്റർ PNOM. അതിൽ നമുക്ക് എന്ത് പറയാം, PM ഈക്വൽ ടു ON. PM ഈക്വൽ ടു PM പാരലൽ ടു ON. എങ്ങനെയാണ് അത് പാരലൽ ആവുന്നത്, കാരണം PQ പാരലൽ ടു AC ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ ചെറിയൊരു പാർട്ടാണിത് അല്ലെ, PN പാരലൽ ടു ON. അപ്പൊ അതിന് നിങ്ങൾ റീസൺ എഴുതുക. എന്തെഴുതാം, PQ പാരലൽ ടു AC ആയതുകൊണ്ടാണ് നമുക്ക് PM പാരലൽ ടു ON കിട്ടിയത്. അതുപോലെ നമുക്ക് ഇവിടെ പറയാം PN പാരലൽ ടു OM. PN പാരലൽ ടു OM. അതിന് റീസൺ ഏതൊക്കെയാണ്, PS പാരലൽ ടു DB. PN പാരലൽ ടു OM നമുക്ക് കിട്ടിയത് PS പാരലൽ ടു DB ആയതുകൊണ്ടാണ് PN പാരലൽ ടു OM. അപ്പോൾ ഈ ഒരു ചെറിയ ക്വാഡ്രിലേറ്റർ നമ്മൾ നോക്കുമ്പോൾ അതിൽ PN OMന് പാരലാണ്, PM എന്നുള്ളത് ONനും പാരലാണ്. അപ്പോൾ രണ്ട് പാരലൽ സൈഡ്സ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, PNOM. Therefore PNOM ഈസ് എ പാരലോഗ്രാം ആയി. പാരലോഗ്രാം എന്ന് കിട്ടി. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, റെക്റ്റാങ്കിൾ. നമുക്കറിയാം ഇവിടെ, അതായത് ഇതൊരു റോംബസ് ആണ്. ABCD റോംബസ് എന്ന് തന്നതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും, റോംബസിന്റെ പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞു, ഡയഗണൽസ് ബൈസെക്റ്റ് ആയിട്ട് റൈറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ആംഗിൾ, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. NOM, ആംഗിൾ NOM ഈക്വൽ ടു 90 ഡിഗ്രി. അതിന് റീസൺ നമുക്ക് എന്ത് എഴുതാം, ഡയഗണൽസ് ബൈസെക്റ്റ്
bisect each other at 90 degree. റോംബസിലെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90, അതായത് റൈറ്റ് ആംഗിൾസ് ആണ്. ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് എഴുതിയാൽ മതി ഇവിടെ. റൈറ്റ് ആംഗിൾസ്. റോംബസിലെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? NOM എന്ന് പറയുന്നത് 90 ഡിഗ്രി കിട്ടി. NOM 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ, അതായത് നമ്മളിപ്പം പ്രൂവ് ചെയ്തു PNOM ഈസ് എ പാരലോഗ്രാം. പാരലോഗ്രാമിന് നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. NOM 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ NPM ഈക്വൽ ടു 90 ഡിഗ്രി. ഇതിനെ നമുക്ക് ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. നമുക്ക് 3 കിട്ടിയത് എന്തായിരുന്നു? PQ പാരലൽ ടു SR, PQ പാരലൽ ടു SR ആയിരുന്നു. PQ ഈക്വൽ ടു SR എന്ന് കിട്ടിയതാണ് നമ്മൾ എന്ത് കൊടുത്തത്? ഇക്വേഷൻ 3 എന്ന് കൊടുത്തത്. അപ്പോൾ ഫ്രം 3 and 4 നമുക്ക് എന്ത് കിട്ടി? ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ PQ പാരലൽ ടു ഇത് രണ്ടും പാരലലും ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രിയും കിട്ടി. അപ്പോൾ ഫ്രം ഇക്വേഷൻ 3 and 4, from equation 3 and 4, PQRS is a rectangle. നമുക്ക് റെക്റ്റാങ്കിൾ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കണം, കുറച്ച് കഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് PQRS ഒരു റെക്റ്റാങ്കിൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റെക്റ്റാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സൈഡ്സ് ഈക്വലും ആയിരിക്കണം. അതായത് ഈ രണ്ട് സൈഡ് ഈക്വലും ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? PQRS ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് പറയാം. അപ്പോൾ ഇതിന് PQ ഈക്വൽ ടു SR കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തത് അതേ മെത്തേഡിന് ഈ രണ്ട് ട്രയാങ്കിൾ എടുത്ത് ട്രയാങ്കിൾ ABC എടുക്കുമ്പോൾ അതിൽ PQ പാരലൽ ടു AC, PQ ഈക്വൽ ടു ഹാഫ് ഓഫ് AC കിട്ടി. അതുപോലെ ADC എന്നുള്ള ട്രയാങ്കിൾ എടുക്കുമ്പോൾ SR പാരലൽ ടു AC, SR ഈക്വൽ ടു ഹാഫ് ഓഫ് AC കിട്ടി. ആ രണ്ട് ഇക്വേഷനുമാണ് അത് നമ്മൾ ഇതിന് ആദ്യത്തെ 1 എന്ന് കൊടുത്തു, രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്തു. ഫ്രം 1 and 2 ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? SR ഈക്വൽ ടു PQ, SR പാരലൽ ടു PQ. അത് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് PQRS, അതായത് 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ കിട്ടിയത് കൊണ്ട് PQRS ഒരു പാരലോഗ്രാം ആണെന്ന് പറഞ്ഞു. PQRS ഒരു പാരലോഗ്രാം ആയതിനു ശേഷം നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കൺസിഡർ ചെയ്ത്, അതായത് PNOM നമ്മൾ പേര് കൊടുത്തു. ഇവിടെ 2 പേര് കൊടുത്തു. PNOM എന്നുള്ളതിൽ ഈ ഒരു കോർഡിനേറ്ററിൽ നമുക്കറിയാം PM പാരലൽ ടു ON. എങ്ങനെയാണ് PM പാരലൽ ടു ON ആവുന്നത്? PQ പാരലൽ ടു AC ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? PM പാരലൽ ടു OM അതിന്റെ ഒരു പാർട്ടാണെങ്കിൽ അങ്ങനെ കിട്ടി. അതുപോലെ PN പാരലൽ ടു OM എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? PS പാരലൽ ടു DB ആയതുകൊണ്ടാണ് നമുക്ക് PN പാരലൽ ടു OM. അങ്ങനെയാണെങ്കിൽ PNOM എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആണ്. ഇനി ആ പാരലോഗ്രാമിന് നമ്മൾ റെക്റ്റാങ്കിൾ ആണെന്ന്, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പറയുക? NOM എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതായത് റോംബസിൽ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രിയാണ്. ഇതൊരു പാരലോഗ്രാം. PNOM എന്നുള്ളത് ഒരു പാരലോഗ്രാം ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ NOM 90 ഡിഗ്രി ആവുമ്പോൾ NPM-ഉം 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് NPM 90 ഡിഗ്രി കിട്ടി. ഇത് നമ്മുടെ ഇക്വേഷൻ 3, ഇത് ഇക്വേഷൻ 4. അപ്പോൾ ഇത് രണ്ടും ഇത് ഈക്വലും ആണ് പാരലലും ആണ്. അതുപോലെ ഈ ആംഗിൾ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി നമ്മൾ പ്രൂവ് ചെയ്തു. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. കാരണം പാരലൽ നമുക്ക് രണ്ടും PQ പാരലൽ ടു SR എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫ്രം ഇക്വേഷൻ 3 and 4 PQRS ഈസ് എ റെക്റ്റാങ്കിൾ. ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് പഠിക്കുക. 2 പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.